ഇസ്രായേലിലേക്ക് ഡ്രോണാക്രമണവുമായി ഹൂതികൾ. ഓഗസ്റ്റ് 3-നാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. 3 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞു. ഇവയിൽ 2 ഡ്രോണുകൾ ജാഫയിലെയും അഷ്കലോണിലെയും സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് അവകാശപ്പെട്ടു. ഡ്രോണുകളിൽ ഒന്ന് ഹൈഫ തുറമുഖത്താണ് ആക്രമണം നടത്തിയതെന്നും യഹിയ സാരി അറിയിച്ചു. തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രായേൽ മന്ത്രി ബെൻഗിർ അൽ അക്സ മസ്ജിദ് കോമ്പൗണ്ടിൽ പ്രാർത്ഥന നടത്തിയിരുന്നു. ഇസ്രായേലിൻ്റെ ഈ വിവാദ നീക്കത്തിൻ്റെ പ്രതികരണമായാണ് ആക്രമണം നടത്തിയതെന്ന് യമൻ സായുധ സേന പറഞ്ഞു. ഞായറാഴ്ചയാണ് പലസ്തീനിൽ ഇസ്രായേലിൻ്റെ പ്രകോപന നീക്കമുണ്ടായത്. അധിനിവേശ അൽ ഖുദ്സിലെ അൽ അക്സ പള്ളിയിലാണ് ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗുറും സംഘവും പ്രാർത്ഥിക്കാനെത്തിയത്. ജെറുസലേമിലെ ഈ ആരാധനാലയം തർക്കസ്ഥലമാണ്. അവിടെ ഇസ്രായേൽ മന്ത്രി അതിക്രമിച്ച് കയറിയെന്നാണ് ആരോപണം. ജൂതന്മാർക്ക് ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വിലക്കുണ്ട്. ഇവിടേക്കാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അതിക്രമിച്ച് കയറി പ്രാർത്ഥന നടത്തിയിരിക്കുന്നത്. ജൂത ദുഃഖാചരണ ദിനമായ ടിഷ ബാവിലാണ് അൽ അക്സ പള്ളി കോമ്പൗണ്ടിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ജൂതന്മാർ ഒത്തുകൂടിയത്. ആരാധനാലയത്തിൽ വെച്ച് പ്രകോപനപരമായി മന്ത്രി സംസാരിക്കുകയും ചെയ്തു. ഗാസ കീഴടക്കാനും പലസ്തീനികളെ പ്രദേശം വിട്ടുപോകാൻ പ്രോത്സാഹനം നൽകാനും ബെൻഗിർ രാജ്യത്തോട് ആഹ്വാനം ചെയ്തു. ഒരു കൂട്ടം കുടിയേറ്റക്കാരുടെ നേതൃത്വത്തിലാണ് ബെൻഗിർ അൽ അക്സ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചതെന്ന് ഇറാൻ മാധ്യമമായ തെഹ്റാൻ ടൈംസ് ആരോപിക്കുന്നു. 3000-ലധികം കുടിയേറ്റക്കാർ പങ്കെടുത്തതായി തെഹ്റാൻ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെ വെച്ച് ബെൻഗിർ സംസാരിച്ചതിൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നമ്മൾ മുഴുവൻ ഗാസ മുനമ്പും കീഴടക്കുന്നുവെന്ന് ഉറപ്പാക്കണം. മുഴുവൻ ഗാസ മുനമ്പിലും പരമാധികാരം പ്രഖ്യാപിക്കണം. ഓരോ ഹമാസ് അംഗത്തെയും താഴെയിറക്കണം. ഗാസയിൽ നിന്നുള്ള പലസ്തീനികളുടെ സ്വമേധയായുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയാണ് വീഡിയോയിൽ ഇസ്രായേൽ മന്ത്രി പറയുന്നത്. ഇസ്ലാമിൻ്റെ 3ാമത്തെ ഏറ്റവും വലിയ പുണ്യസ്ഥലമാണ് അൽ അക്സ പള്ളി. പള്ളിയുടെ കോമ്പൗണ്ടിൽ ജൂതന്മാർ മതപരമായ ആചാരങ്ങൾ നടത്തി നൃത്തം ചെയ്തു. ഇസ്രായേലിൻ്റെ ഈ നീക്കമാണ് പലസ്തീനികളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈ നീക്കത്തെ തങ്ങളുടെ മതപരവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾക്ക് നേരെയുള്ള ഭീഷണിയായാണ് പലസ്തീനികൾ കാണുന്നത്. അതേസമയം ഇസ്രായേൽ സേന പലസ്തീൻ വിശ്വാസികളെ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പള്ളി കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ബെൻഗുർ നഗരത്തിലൂടെ മാർച്ച് നടത്തി. മാർച്ചിനിടെ സംസാരിച്ചപ്പോഴും ബെൻഗുർ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി. ഞങ്ങൾ തൃപ്തരല്ല. ദേവാലയം പണിയുന്നതിനെക്കുറിച്ചും പരമാധികാരം വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും ഭരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. ഗാസയിലും അത് ചെയ്യും. ഇങ്ങനെയാണ് പ്രകോപനപരമായി മന്ത്രി സംസാരിച്ചത്. ഇസ്രായേലിൻ്റെ പ്രകോപന നീക്കത്തിനെതിരെ സൗദി അറേബ്യ, ജോർദാൻ, പലസ്തീൻ അതോറിറ്റി എന്നിവയിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നിട്ടുണ്ട്. സംഘർഷം ഉണ്ടാക്കുന്ന പ്രാദേശിക യുദ്ധത്തിന് തിരികൊളുത്തുന്ന പ്രകോപനപരമായ നടപടി എന്നതാണ് ഈ നീക്കത്തെ സൗദി അറേബ്യ വിശേഷിപ്പിച്ചത്.